ഗ്രേറ്റർ കൊച്ചിൻ CDHന്റെ നേതൃത്വത്തിൽ എക്സൈസ് വകുപ്പ്, ലിഫ്റ്റ് അപ്പ് അക്കാദമി എന്നിവരുടെ സഹകരണത്തോടുകൂടി പുകയില വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പരിശോധനാ ക്യാമ്പും നടന്നു. അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കൊച്ചി ചുള്ളിക്കലിൽ നടത്തിയ ക്യാമ്പ് ഫാദർ ഇമ്മാനുവൽ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഗ്രേറ്റർ കൊച്ചിൻ, CDHന്റെ നേതൃത്വത്തിൽ എക്സൈസ് വകുപ്പ്, ലിഫ്റ്റ് അപ്പ് അക്കാദമി എന്നിവരുടെ സഹകരണത്തോടുകൂടി പുകയില വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ചുള്ളിക്കൽ സെന്റ് ജോസഫ് ബെത്ലഹേം പള്ളി വികാരി ഫാദർ ഇമ്മാനുവൽ പൊള്ളയിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ഗ്രേറ്റർ കൊച്ചിൻ ഗ്രൂപ്പിന്റെ ഒരു പുകയില വിരുദ്ധ സെമിനാറും പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില വിരുദ്ധ ബോധവൽക്കരണ പ്രോഗ്രാം ഇവിടെ ഇന്ന് ഇവർ അറേഞ്ച് ചെയ്യുകയാണ്. പുകയിലയുടെ ദോഷവശങ്ങളെക്കുറിച്ച് നമ്മൾ കാലങ്ങളായി ഗവൺമെന്റ് അതോറിറ്റീസിനെയും മറ്റുമൊക്കെയായിട്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ അറിയുന്നുണ്ട്. നാളുകളുടെ പരിശ്രമത്തിനിപ്പുറം നമ്മൾ പുകയിലയുടെ ഉപയോഗം തന്നെ നാട്ടിൽ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും യുവാക്കളിലും മറ്റു മുതിർന്നവരിലും ഇപ്പോഴും കുറേയധികം പേര് ഇത് ഉപയോഗിക്കുന്നവരായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കൂടെ പൂർണ്ണമായും ഇത് ഒഴിവാക്കുന്നൊരു ജീവിതശൈലി രൂപപ്പെടുത്താനായിട്ടാണ് ഈ ദിവസം ഉപകരിക്കേണ്ടത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഗ്രേറ്റർ കൊച്ചി പ്രസിഡന്റ് ഡോക്ടർ ആന്റണി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ ഡോക്ടർ ജാക്വിലിൻ ജോർജ് ഓറൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകി. പുകയില വിരോധ ദിനം പ്രമാണിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു അവബോധന ക്ലാസ്സും ആണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ ജാക്വിലിനായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ. ഈ പുകയില നിർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഒരു ദന്തരോഗ വിദഗ്ധൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാതിരിക്കാൻ വയ്യ. കാരണം പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിൽ വായിലെ ക്യാൻസറും അതിനോടനുബന്ധിച്ചുള്ള പുകയിലയുടെ ഉപയോഗത്തിനനുസരിച്ച് പല പല കേസുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അപ്പം എല്ലാവർക്കും നല്ല ആരോഗ്യം നേരുന്നു. ഡോക്ടർ ഗൗരി, ഡോക്ടർ കിഷോർ, അക്കാദമി ചെയർമാൻ ആന്റണി ഫ്രാൻസിസ്, എക്സൈസ് ഫാക്കൽറ്റി ഫ്രെഡി എന്നിവർ ക്ലാസ്സിൽ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ശ്വാസകോശ പരിശോധന, വായിലെ ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റ്, ദന്ത പരിശോധന എന്നിവ നടന്നു. പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ചുള്ളിക്കൽ ബെത്ലഹേം പള്ളിയിൽ വെച്ചിട്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊച്ചിൻ ഗ്രേറ്റർ ബ്രാഞ്ചിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ലിഫ്റ്റ് അപ്പ് അക്കാദമിയുടെയും സംയുക്ത സഹകരണത്തോടുകൂടി ഒരു ബോധവൽക്കരണ ക്ലാസും, പുകയില വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും, അതുപോലെ ഡെന്റൽ സ്കിന്നിംഗ്, ഓറൽ ഡെന്റൽ സ്കിന്നിംഗ്, ക്യാൻസർ ടെസ്റ്റ്, അതുപോലെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും ഉള്ള ഒരു ക്യാമ്പ് നടത്തുകയാണ്. നമുക്കറിയാം, പുകയിലയുടെ ഉപയോഗം ഇന്നത്തെ തലമുറയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അവരെ ശാരീരികമായിട്ടും അവരെ സാമൂഹികമായിട്ടും പുറത്ത് തള്ളുന്ന രീതിയിലേക്ക് ഈ വിപത്ത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ലഹരിയിലേക്ക് കടക്കുന്നതിനുള്ള ഒരു ചുവടുപടിയായിട്ടാണ് ഈ പുകവലി, അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മാറുന്നത്. അപ്പോൾ അത് തുടക്കം തന്നെ അത് ഒഴിവാക്കിയാൽ മാത്രമേ വലിയ ലഹരിയിലേക്ക് പോകാതെ നമുക്ക് നമ്മളുടെ യുവതലമുറയെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.